എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദാമ്പുള്ളയിലെ പച്ച പുതപ്പിച്ച മൈതാനത്ത് വീശിയിരുന്ന കാറ്റിനു പോലുമുണ്ടായിരുന്നു ഒരു വല്ലാത്ത പിരിമുറുക്കം. ഇന്ത്യ എയും ശ്രീലങ്ക എയും തമ്മിലുള്ള ത്രിരാഷ്ട്ര പരമ്പരയിലെ ആ നിർണായക പോരാട്ടത്തിന് മുന്നോടിയായുള്ള പരിശീലന മാച്ചിന് തുടക്കം കുറിച്ചുകൊണ്ട് ശ്രീലങ്കൻ നായകൻ സഹാൻ അരാച്ചിഗെ ടോസ് നേടി ഇന്ത്യയെ ബാറ്റിംഗിനയച്ചപ്പോൾ വരാനിരിക്കുന്നത് ക്രിക്കറ്റ് ചരിത്രം കണ്ട ഏറ്റവും വലിയ വെടിക്കെട്ടുകളിൽ ഒന്നാണെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഗാലറികളിൽ തിങ്ങി നിറഞ്ഞ കാണികളുടെ നെഞ്ചിടിപ്പുകൾക്ക് താളമേകിക്കൊണ്ട് ഇന്ത്യൻ യുവനിരയുടെ പ്രതീക്ഷകളായ 15-കാരൻ വൈഭവ് സൂര്യവംശിയും പ്രഭ്സിമ്രാൻ സിംഗും ബാറ്റിംഗ് ക്രീസിലേക്ക് നടന്നെടുത്തു. ആദ്യ ഓവർ എറിയാനെത്തിയ ചമിക ഗുണശേഖരയുടെ പന്തുകളെ കരുതലോടെ നേരിട്ട പ്രഭ്സിമ്രാൻ സിംഗ് സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് വൈഭവിന് കൈമാറിയ ആ നിമിഷം മുതലാണ് ദാമ്പുള്ളയിലെ അന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ മാറിമറിഞ്ഞത്. ഗരുക സങ്കേത് എറിഞ്ഞ രണ്ടാമത്തെ ഓവറിൽ തന്നെ ഒരു തകർപ്പൻ ബൗണ്ടറിയോടെ തന്റെ നയം വ്യക്തമാക്കിയ വൈഭവ് പിന്നീട് പുറത്തെടുത്തത് അമാനുഷികമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഹാര താണ്ഡവമായിരുന്നു. 4-ാം ഓവറിൽ ദുലാജ് സമുദിതയുടെ പന്തുകളെ തുടർച്ചയായ 2 കൂറ്റൻ സിക്സറുകൾക്കും ഒരു ബൗണ്ടറിക്കും പറത്തിക്കൊണ്ട് അവൻ മൈതാനത്തെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു. പവർ പ്ലേയുടെ തുടക്കത്തിൽ തന്നെ ഗരുക സങ്കേതിന്റെ ഒറ്റ ഓവറിൽ 4 അതിർവരമ്പുകൾ ഭേദിച്ച് 25 റൺസ് അടിച്ചെടുത്ത ആ 15-കാരന്റെ ബാറ്റിംഗ് മികവ് കണ്ടുനിന്നവരുടെ ശ്വാസം നിലപ്പിച്ചു. വെറും 20 പന്തുകളിൽ നിന്ന് അവന്റെ വ്യക്തിഗത സ്കോർ 80 കടന്നപ്പോൾ ശ്രീലങ്കൻ ബൌളർമാരുടെ മുഖത്ത് ഭയവും നിസ്സഹായതയും നിഴലിച്ചു തുടങ്ങിയിരുന്നു. തുടർച്ചയായി ബൌളർമാരെ മാറ്റി പരീക്ഷിച്ചിട്ടും വൈഭവ് എന്ന കൊടുങ്കാറ്റിനെ തളയ്ക്കാൻ ശ്രീലങ്കൻ നായകന് കഴിഞ്ഞില്ല. 8-ാം ഓവറിൽ വാനുജ സഹാന്റെ പന്തിൽ ഒരു പടുകൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ട് വെറും 30 പന്തുകളിൽ നിന്ന് തന്റെ ചരിത്രപരമായ ശതകം അവൻ പൂർത്തിയാക്കിയപ്പോൾ ദാമ്പുള്ള സ്റ്റേഡിയം ഒന്നാകെ എഴുന്നേറ്റ് നിന്ന് ആദരവോടെ കൈയടിച്ചു. ത്രിരാഷ്ട്ര പരമ്പരയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വേഗതയുള്ളതും സ്ഫോടനാത്മകവുമായ ആ ഇന്നിംഗ്സ് കേവലം ഒരു തുടക്കം മാത്രമായിരുന്നു. മറുഭാഗത്ത് ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ബാറ്റ് വീശിയ പ്രഭ്സിമ്രാൻ സിംഗ് അർദ്ധശതകം പിന്നിട്ട് മികച്ച പിന്തുണ നൽകിയതോടെ ആദ്യ വിക്കറ്റിൽ ഇന്ത്യ 170 റൺസിന്റെ കൂറ്റൻ കൂട്ടുകെട്ട് പടുത്തുയർത്തി. ഒടുവിൽ 12-ാം ഓവറിൽ ദുലാജ് സമുദിതയുടെ പന്തിൽ പുറത്താകുമ്പോൾ 14 മനോഹരമായ ബൗണ്ടറികളും 10 പടുകൂറ്റൻ സിക്സറുകളും ഉൾപ്പെടെ വെറും 68 പന്തുകളിൽ നിന്ന് 132 റൺസ് എന്ന വിസ്മയകരമായ സ്കോർ ആ യുവതാരം സ്വന്തം പേരിൽ എഴുതി ചേർത്തിരുന്നു. ആ കൊടുങ്കാറ്റ് ശമിച്ചതിന് പിന്നാലെ ക്രീസിലെത്തിയ ഋതുരാജ് ഗേക്വാദ് പ്രഭ്സിമ്രാൻ സിംഗിനൊപ്പം ചേർന്ന് സ്കോർ ബോർഡ് ചലിപ്പിച്ചുകൊണ്ടിരുന്നു. 74 റൺസ് എടുത്ത പ്രഭ്സിമ്രാൻ മടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ 200 കടന്നിരുന്നു. എന്നാൽ പിന്നീട് ക്രീസിലന്തിച്ച ഋതുരാജ് ഗേക്വാദും നായകൻ തിലക് വർമ്മയും ചേർന്ന് ശ്രീലങ്കൻ ബൌളർമാരുടെ അവശേഷിക്കുന്ന പ്രതീക്ഷകളെയും അടിച്ചില്ലാതാക്കുന്ന കാഴ്ചയാണ് ദാമ്പുള്ള കണ്ടത്. മൈതാനത്തിന്റെ നാനാഭാഗത്തേക്കും ഒഴുകിയിറങ്ങിയ കവർ ഡ്രൈവുകളിലൂടെയും പുൾ ഷോട്ടുകളിലൂടെയും ഋതുരാജ് തന്റെ ക്ലാസ് തെളിയിച്ചപ്പോൾ നായകന്റെ ഉത്തരവാദിത്തത്തോടെ സ്പിന്നർമാരെ നിർദ്ദയം പ്രഹരിച്ച തിലക് വർമ്മ വാനുജ സഹാന്റെയും അഹാൻ വിക്രമസിംഗയുടെയും ഓവറുകളിൽ നിരന്തരം ബൗണ്ടറികൾ കണ്ടെത്തി റൺ റേറ്റ് കുതിച്ചുയർത്തി. 30-ാം ഓവറിൽ 250 കടന്ന ഇന്ത്യൻ സ്കോർ ബോർഡ് ഇരുവരുടെയും അർദ്ധശതകങ്ങൾക്ക് ശേഷം അതിവേഗം മുന്നോട്ട് കുതിച്ചു. പൂർണ്ണമായും തളർന്നുപോയ ശ്രീലങ്കൻ ബൌളർമാരെ കാഴ്ചക്കാരാക്കുകെ 95 പന്തുകളിൽ നിന്ന് തന്റെ ക്ലാസിക് ശതകം പൂർത്തിയാക്കിയ ഋതുരാജ് ഗേക്വാദ് 11 ബൗണ്ടറികളും 3 സിക്സറുകളും സഹിതം 111 റൺസ് എടുത്താണ് മടങ്ങിയത്. ഒട്ടും വൈകാതെ വെറും 82 പന്തുകളിൽ നിന്ന് 9 ബൗണ്ടറികളും 4 സിക്സറുകളും അടക്കം 106 റൺസ് നേടി നായകൻ തിലക് വർമ്മയും തന്റെ ശതകം പൂർത്തിയാക്കിയപ്പോൾ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം ആവേശലഹരിയിൽ ആറാടി. അവസാന ഓവറുകളിൽ ആയുഷ് ബദോനി 25 പന്തിലടിച്ചെടുത്ത് 40 റൺസും ഡെത്ത് ഓവറുകളിൽ നിഷാന്ത് സിന്ധുവും അർഷിദ് ഖാനും നടത്തിയ വെടിക്കെട്ട് പ്രകടനങ്ങളും കൂടിയായപ്പോൾ നിശ്ചിത 50 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 411 റൺസ് എന്ന ഹിമാലയം സ്കോറാണ് ഇന്ത്യനെ സ്വന്തമാക്കിയത്. വിജയിക്കാൻ 413 റൺസ് വേണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കാതെ അവിഷ്ക ഫെർണാണ്ടസും നുവാനിഡു ഫെർണാണ്ടസും ചേർന്ന് ശ്രീലങ്കയ്ക്ക് മികച്ചൊരു തുടക്കം നൽകാൻ ശ്രമിച്ചെങ്കിലും 6-ാം ഓവറിൽ അൻഷുൽ കംബോജിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി 18 റൺസ് എടുത്ത നുവാനിഡു മടങ്ങിയതോടെ അവരുടെ തകർച്ച ആരംഭിച്ചു. പിന്നീട് ക്രീസിലെത്തിയ വിഷൻ ഹലാംബകയുമൊത്ത് അവിഷ്ക ഫെർണാണ്ടസ് പൊരുതി നോക്കി. അവിഷ്ക തന്റെ അർദ്ധശതകം പൂർത്തിയാക്കുകയും 10 ഓവറിൽ സ്കോർ 78-ലെത്തിച്ച നിമിഷം ശ്രീലങ്കൻ ക്യാമ്പിൽ നേരിയൊരു പ്രതീക്ഷ ഉണർന്നിരുന്നു. എന്നാൽ നായകൻ തിലക് വർമ്മ പന്ത് നിഷാന്ത് സിന്ധുവിനെ ഏൽപ്പിച്ച ആ നിമിഷം മത്സരത്തിന്റെ ഗതി മാറി. 35 റൺസ് എടുത്ത വിഷൻ ഹലാംബകയെയും തൊട്ടടുത്ത ഓവറിൽ നിരോഷൻ ഡിക്വലയെയും പുറത്താക്കി നിഷാന്ത് സിന്ധു ശ്രീലങ്കയുടെ നട്ടെല്ലൊടച്ചു. റൺ റേറ്റിന്റെ സമ്മർദ്ദം വർദ്ധിച്ചു വരുന്നതിനിടയിൽ യുദ്വീർ സിംഗ് ചരക്കിന്റെ കൃത്യതയായ ഒരു ബൗൺസറിൽ കുരുങ്ങി 72 റൺസ് എടുത്ത അവിഷ്ക ഫെർണാണ്ടസ് കൂടി മടങ്ങിയതോടെ ശ്രീലങ്കയുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ഒരറ്റത്ത് വിക്കറ്റുകൾ കൊഴിഞ്ഞു വന്നതിനിടയിൽ 48 റൺസ് എടുത്ത് പൊരുതിയ നായകൻ സഹാൻ അരാച്ചിഗെ മാത്രമായിരുന്നു അവരുടെ ഏക ആശ്വാസം.
അർഷദ് ഖാനും സൂര്യാൻ ഷെഡ്ജഗും കൂടി വിക്കറ്റുകൾ വീഴ്ത്തിയതോടെ 46-ാം ഓവറിൽ 278 റൺസിന് ശ്രീലങ്കൻ ഇന്നിംഗ്സ് അവസാനിച്ചു. 3 വിക്കറ്റ് വീഴ്ത്തിയ നിഷാന്ത് സിന്ധുവും 2 വിക്കറ്റുകൾ വീതം നേടിയ കംബോജും അർഷദും യുധ്വീർ സിംഗും ചേർന്ന് ഇന്ത്യയ്ക്ക് സമ്മാനിച്ചത് 133 റൺസിന്റെ ആധികാരികവും അവിസ്മരണീയവുമായ ഒരു മഹാവിജയമായിരുന്നു. എന്നാൽ ഈ കളിക്കളത്തിലെ വീരോചിതമായ പ്രകടനങ്ങൾക്കപ്പുറം കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളെ സ്പർശിച്ച മറ്റൊരു വൈകാരിക മുഹൂർത്തം കൂടി ഈ വിജയത്തിനു പിന്നിലുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനും അയർലൻഡിനുമെതിരായ വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ T20 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്ത കേട്ട നിമിഷം ആ 15-കാരൻ വൈഭവ് സൂര്യവംശി തന്റെ സകല നിയന്ത്രണങ്ങളും വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. പണവും പ്രശസ്തിയും കളിക്കാരുടെ വ്യക്തിത്വത്തെ കാർന്നു തിന്നുന്നുവെന്ന് കരുതുന്ന ആധുനിക യുഗത്തിൽ തന്റെ ഈ വലിയ നേട്ടത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും രാവും പകലും തനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കൾക്കും തന്നെ വിശ്വസിച്ച പരിശീലകർക്കും ശ്രേയസ് അയ്യർ പോലുള്ള സീനിയർ താരങ്ങൾക്കും സമർപ്പിച്ചുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിതുമ്പുന്ന ആ യുവതാരത്തിന്റെ ദൃശ്യം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ കണ്ണുകളെ ഈരനണിയിച്ചു. വെറുമൊരു കളി എന്നതിലുപരി ചോരയും നീരും വിയർപ്പും കലർന്ന മനുഷ്യന്റെ ഏറ്റവും പരിശുദ്ധമായ വികാരങ്ങളുടെ ഒരു മഹാസമുദ്രമാണ് ക്രിക്കറ്റ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായി IPL-ൽ തീപ്പൊരി പാറിക്കുന്ന ആ യുവപ്രതിഭ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് തന്നിൽ വിശ്വസിച്ച ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷകളും പേറിക്കൊണ്ട് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.